പാർട്ടിക്കിളിന്റെ അല്ലെങ്കിൽ വേവ് നേച്ചർ ഉള്ള പാർട്ടിക്കിളിന്റെ മെക്കാനിക്സ്, അതിന്റെ മോഷൻ, അതിനെയാണ് നമ്മൾ വേവ് മെക്കാനിക്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. So I come to the point of wave mechanics by introducing de Broglie wavelength that is introduced by Louis de Broglie. ആദ്യം നമുക്ക് അതിലേക്ക് വന്ന ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. ആക്ച്വലി മെക്കാനിക്സും ഒപ്റ്റിക്സും നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള രണ്ട് ബ്രാഞ്ചസ് ആണ് അല്ലേ? അപ്പോൾ മെക്കാനിക്സ് എന്ന് പറയുന്നത് ആക്ച്വലി എന്തിനെ പറ്റി ഡീൽ ചെയ്യുന്ന ഒരു ബ്രാഞ്ചാണ് നിങ്ങൾ പഠിച്ചതനുസരിച്ച് ഇപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ? എന്താണ് മെറ്റീരിയൽ പാർട്ടിക്കിളിന്റെ മോഷനാണ്. അപ്പോൾ ദിസ് ഇസ് സംതിങ് റിലേറ്റഡ് ടു മാറ്റർ ഓർ മെറ്റീരിയൽ പാർട്ടിക്കിൾസ്. ഒപ്റ്റിക്സ് എന്താണ്? സംതിങ് റിലേറ്റഡ് ടു ലൈറ്റ് അല്ലെങ്കിൽ റേഡിയേഷൻ അല്ലേ? Actually, there is an analogy between the mechanics which is related to matter or material particles and optics which is dealing with light or radiation. എന്താണ്? I will mention least action principle. In mechanics, least action principle എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ രണ്ട് പോയിന്റ് എടുക്കുകയാണ്, പോയിന്റ് എ ആൻഡ് പോയിന്റ് ബി, അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് ലൊക്കേഷൻ എടുക്കും. ആ ലൊക്കേഷനിലേക്ക് ഒരു പാർട്ടികൾ മൂവ് ചെയ്യാം, എയിൽ നിന്ന് ബിയിലേക്ക് മൂവ് ചെയ്യുന്നു. അതിന് ഒന്നെങ്കിൽ ഈ പാർട്ട് എടുക്കാം, പാർട്ട് 1 എടുക്കാം, അല്ലെങ്കിൽ പാർട്ട് 2 എടുക്കാം, അതും അല്ലെങ്കിൽ അതിന് പാർട്ട് 3 എടുക്കാം. അപ്പോൾ ഇതിൽ ഏതായിരിക്കും അതിനകത്ത് മിനിമം ആക്ഷൻ ഉപയോഗിച്ച് മൂവ് ചെയ്യുന്നത്? പാർട്ട് 3 ആയിരിക്കും അല്ലേ? അപ്പോൾ മെക്കാനിക്സിൽ നമുക്ക് ലീസ്റ്റ് ആക്ഷൻ പ്രിൻസിപ്പിൾ പറയുന്നത് മിനിമം ആക്ഷൻ അല്ലെങ്കിൽ ആക്ഷൻ ഏറ്റവും മിനിമം ആവാനായിട്ട് ഉള്ള പാർട്ട് ഏതാണോ അതായിരിക്കും നാച്ചുറലി ഒരു ഒബ്ജക്റ്റ് ചൂസ് ചെയ്യുക. സിമിലർ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ വി ഹാവ് ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ. ഞാൻ ഇപ്പോൾ പറഞ്ഞ പ്രിൻസിപ്പിൾ ലീസ്റ്റ് ആക്ഷൻ പ്രിൻസിപ്പിൾ മെക്കാനിക്സിലെയാണ്, ഒപ്റ്റിക്സിലെ പ്രിൻസിപ്പിളാണ് ഞാനിപ്പോൾ പറയുന്നത്. ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ പറയുന്നത് ഏകദേശം സിമിലർ ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ നമ്മൾ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന കാര്യം പറഞ്ഞെങ്കിൽ ലൈറ്റ് എയിൽ നിന്ന്, ലൈറ്റ് അല്ലെങ്കിൽ റേഡിയേഷൻ എയിൽ നിന്ന് ബിയിലേക്ക് ഏതൊക്കെ പോസിബിലിറ്റിയിൽ പോകാമെന്നുള്ളതാണ് പറയുന്നത്. അത് നമ്മൾ ഇതേ രീതിയിൽ, അതായത് ലീസ്റ്റ് ആക്ഷൻ പ്രിൻസിപ്പിൾ പറഞ്ഞതുപോലെ ലൈറ്റ് ചൂസസ് ദി മിനിമം പാത്ത് ഇൻ ട്രാവലിംഗ് ഫ്രം എ പോയിന്റ് എ ടു പോയിന്റ് ബി. അപ്പോൾ അതാണ് ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും ഒരേ ഐഡിയയാണ് തരുന്നത്, ബട്ട് ഇറ്റ് ഡീൽസ് വിത്ത് ഡിഫറെന്റ് എൻറ്റിറ്റീസ്. ഒരെണ്ണം മാറ്ററിനെ റിലേറ്റ് ചെയ്യുന്നതാണ്, ഒരെണ്ണം റേഡിയേഷൻ അല്ലെങ്കിൽ ലൈറ്റിനെ ഡീൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു അനോളജി, അതായത് സെയിം കാര്യം രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ബ്രാഞ്ചസ് പറയുക ഒരേ പ്രിൻസിപ്പിൾ വെച്ചിട്ട്. അപ്പോൾ അതേ രീതിയിൽ തന്നെ നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്ന റേഡിയേഷനെ സംബന്ധിക്കുന്ന നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു തിയറിയാണ് എന്താണ്? ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ. നിങ്ങൾക്കറിയാം അല്ലേ ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ എന്ന് പറയുന്നത്? അപ്പോൾ ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ അനുസരിച്ച് റേഡിയേഷന് എന്തൊക്കെ നേച്ചർ ഉണ്ട്? വേവ് നേച്ചർ ഉണ്ട്, അതുപോലെ തന്നെ പാർട്ടിക്കിൾ നേച്ചർ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ മെക്കാനിക്സിലും ഒപ്റ്റിക്സിലും തമ്മിൽ ഒരു അനോളജി പോസിബിൾ ആണെങ്കിൽ നമ്മൾ ഡ്യുവൽ നേച്ചർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് എവിടെയും പോസിബിൾ ആയിരിക്കണം. റേഡിയേഷന്റെ കേസിൽ ഇത് പോസിബിൾ ആണെങ്കിൽ മെറ്റീരിയൽ പാർട്ടിക്കിളിന്റെ കേസിലും ഇത് പോസിബിൾ ആയിരിക്കണം. ദാറ്റ് ഐഡിയ വാസ് ഗിവൺ ബൈ ഡി ബ്രോഗ്ലി and it was in 1924. ഓക്കെ, അപ്പോൾ ഈ ഒരു അനോളജി വെച്ചിട്ടാണ് അദ്ദേഹം, അപ്പോൾ ഐ ഹാവ് ടു റൈറ്റ് ഇവിടെ എന്ത് എഴുതണം? ഡ്യുവൽ നേച്ചർ ഓഫ്. അപ്പോൾ ഞാൻ എന്ത് പറയണം? ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ലൈറ്റിന്റെ കേസാണ്, അല്ലെങ്കിൽ എന്താണ് ക്വാണ്ടൈസ്ഡ് ഫോം ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ റേഡിയേഷൻ, ദാറ്റ് ഈസ് കോൾഡ് ഫോട്ടോൺ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? മെറ്റീരിയൽ പാർട്ടിക്കിളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ അല്ലെങ്കിൽ ക്വാണ്ടം പാർട്ടിക്കിൾസ്, ചെറിയ പാർട്ടിക്കിൾസിന്റെ കേസാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അതായത് ഡ്യുവൽ നേച്ചർ ഓഫ് മെറ്റീരിയൽ പാർട്ടിക്കിൾ ലൈക്ക്
ഡി ബ്രോഗ്ലി ഈ ഒരു കോൺസെപ്റ്റ് 1924ലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഡി ബ്രോഗ്ലി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഈ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി അദ്ദേഹത്തിന്റെ PhD തീസിസ് ആണ്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അത് പ്രൂവ് ചെയ്തിട്ടില്ല അല്ലെ. എല്ലാ തിയറികളും നമ്മൾ കൊണ്ടുവരുമ്പോൾ അതൊരു തിയറി ആയിട്ടാണ്. അപ്പോൾ അതിനെ നമ്മൾ ഡി ബ്രോഗ്ലി എന്താ ഒരു പ്രൊപ്പോസൽ എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. അപ്പോൾ ആ രീതിയിലാണ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് പ്രൂവ് ചെയ്തത് 1927ലാണ്. ഇറ്റ് വാസ് ബൈ ഡേവിസൺ ആൻഡ് ജെർമർ. നമുക്ക് ആ എക്സ്പെരിമെന്റ് പഠിക്കാനുണ്ട്. ഡേവിസൺ ആൻഡ് ജെർമർ അവർ ടുഗദർ അത് കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ ഇൻഡിപെൻഡന്റ്ലി ബൈ G.P. തോംസൺ. G.P. തോംസൺ എനിക്ക് പരിചയമുണ്ടോ? കേട്ടിട്ടുണ്ടോ? J.J. തോംസനെ പരിചയമില്ലേ? J.J. തോംസന്റെ മകനാണ് G.P. തോംസൺ. ഓക്കെ, അപ്പോൾ ഇവരും അതുപോലെ തന്നെ G.P. തോംസനും ഏകദേശം ഒരേ സമയത്ത്, അതായത് മെറ്റീരിയൽ പാർട്ടിക്കിളിന്റെ വേവ് നേച്ചർ എക്സ്പെരിമെന്റലി ഇവര് പ്രൂവ് ചെയ്യും. അപ്പോൾ നമ്മൾ നോർമലി ഇതിനെ ഡി ബ്രോഗ്ലി ഹൈപ്പോത്തീസിസ് എന്ന് വിളിക്കാറുണ്ട്. ഹൈപ്പോത്തീസിസ് എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ മീനിങ് അത് പ്രൂവ് ചെയ്യാത്ത ഒരു തിയറിയാണ്. അപ്പോൾ അവരത് എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അത് ആക്ച്വലി ഒരു ഡി ബ്രോഗ്ലി ഇക്വേഷൻ ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വേവ് കോൺസെപ്റ്റ് കൊണ്ടുവന്നു. ഇനി ആ വേവ് കോൺസെപ്റ്റ് നമുക്ക് ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് അത് പ്രൂവ് ചെയ്യാം. അപ്പോൾ ഡി ബ്രോഗ്ലി കൊണ്ടുവന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ എനർജിയുടെ ഇക്വേഷൻ നോക്കുക. E²=mc²(4) നമുക്ക് പരിചയമുള്ള ഇക്വേഷൻ ആണ് അല്ലേ. റിലേറ്റിവിസ്റ്റിക്കലി എനർജിയുടെ ഇക്വേഷൻ ആണ്. അതിനകത്ത് ഓരോ ടൈമും കാണിക്കുന്നത് എന്താണ്? ഇതെന്ന് പറയുന്നത് റെസ്റ്റ് മാസ് എനർജിയാണ്. ഇത് കൈനറ്റിക് എനർജി കൊണ്ടുള്ള പാർട്ടാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്നത് ലൈറ്റിന്റെ കേസാണ് അല്ലേ. ഇതുപോലെ തന്നെ മെറ്റീരിയൽ പാർട്ടിക്കിളിന്റെ ഫ്യൂവൽ നേച്ചർ ഉണ്ടെന്നാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ലൈറ്റിന്റെ കേസ് എടുക്കുമ്പോൾ നമുക്കറിയാം ലൈറ്റിന്റെ പാർട്ടിക്കിൾ ഫോം എന്ന് പറയുന്നത് എന്താണ്? ഫോട്ടോൺ ആണ് അല്ലേ. അപ്പോൾ ആ ഫോട്ടോണിന്റെ റെസ്റ്റ് മാസ് എന്ന് പറയുന്നത് 0 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ റെസ്റ്റ് മാസ് 0 ആണെങ്കിൽ ആ ഇക്വേഷൻ ഇവിടെ m0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്താണ്? E=Pc എന്ന് വരും. അപ്പോൾ E=Pc എന്ന് കൊടുത്തു കഴിഞ്ഞാൽ Pc നമുക്കറിയാം E=hυ. ക്വാണ്ടൈസ്ഡ് ഫോമിന്റെ ഇക്വേഷൻ hυ ആണ്. hυ നമുക്ക് hc/λ കൊടുക്കാം. ഇതറിയാം μ എന്ന് പറയുന്നത് c/λ. അപ്പോൾ ഇവിടെ നമുക്ക് Pc=hc/λ എന്ന് കിട്ടും. c ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? P=h/λ or λ=h/p. What is P? മൊമെന്റം ആണ്. മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്താണ്? h/mv. അപ്പോൾ ഡി ബ്രോഗ്ലി മാറ്റർ വേവിന്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? h/mv. അപ്പോൾ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി അറിയാം, മാസ് അറിയാമെങ്കിൽ നമുക്ക് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഏകദേശം ഐഡിയ ക്ലിയർ ആയല്ലോ. ഇതിന്റെ മെക്കാനിക്സും ഒപ്റ്റിക്സും വെച്ചിട്ടുള്ള ഒരു അനോളജി വെച്ചിട്ട് ഫ്യൂവൽ നേച്ചറിനെ അതേ രീതിയിൽ ഇവിടെ പോസിബിൾ ആണ് എന്ന് പറഞ്ഞിട്ടാണ് ഡി ബ്രോഗ്ലി മാറ്റർ വേവിന്റെ ഐഡിയ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. നോക്കുക, നമുക്ക് പല പോസിബിൾ കേസസിൽ നമുക്ക് ഇതേ ഇക്വേഷൻ നമുക്ക് റീറൈറ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പാർട്ടികൾ, അപ്പോൾ അതിനകത്ത് നമ്മുടെ കൈനറ്റിക് എനർജിയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കറിയാം കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് p²/2m. ½ mv²നെ ഇങ്ങനെ മാറ്റുന്നതാണ്. അതറിയാമോ? ½ mv²നെ എങ്ങനെ ചെയ്യാം? ഒരു m വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഇക്വേഷൻ എന്തായിട്ട് മാറും? 1/2m mv² എന്നാവും. mv എന്താണ്? മൊമെന്റം ആണ്. സോ ഇറ്റ് ഈസ് p²/2m. ഓക്കെ, അപ്പോൾ p²/2m നെ മോഡിഫൈ ചെയ്താൽ മതി. എന്താണ്? ek p²/2m ആണെങ്കിൽ ek 2m എന്ന് പറയുന്നത് p² ആണ്. p എന്ന് പറയുന്നത് √2m × ek. അപ്പോൾ മൊമെന്റം ഏതെങ്കിലും രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്കൊരു മെറ്റീരിയൽ അല്ലെങ്കിൽ ക്വാണ്ടം പാർട്ടിക്കിൾ
ഡീബ്രോഗ്ലി വേവ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് മൊമെന്റത്തിന് പകരം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. h/p ആണ് നമ്മുടെ, അല്ലെങ്കിൽ mv ആണ്. അപ്പോൾ pക്ക് പകരം നമ്മൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ കൈനറ്റിക് എനർജിയാണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ഡീബ്രോഗ്ലി വേവ് കണ്ടുപിടിക്കാം. ഇനി നമുക്ക് ചാർജ് പാർട്ടിക്കിൾ Q എന്ന് പറയുന്ന ചാർജ് പാർട്ടിക്കിളിന്റെ അത് ആക്സിലറേറ്റഡ് ആവുന്ന പൊട്ടൻഷ്യൽ ആണ് തന്നിരിക്കുന്നതെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് അതെല്ലാം ഫെമിലിയർ ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് EV ആണ്. അപ്പോൾ നമ്മളിവിടെ EK കൊടുത്തതിന് പകരം എന്ത് കൊടുക്കാം? EV കൊടുക്കാം. ഇനി അതുമല്ല, ഒരു തെർമൽ ഇക്വിലിബ്രിയം ആണ് തന്നിരിക്കുന്നത് ടെമ്പറേച്ചർ T-യിൽ. അങ്ങനെയാണെങ്കിൽ അതിന്റെ തെർമൽ എനർജി എന്ന് പറയുന്നത് എന്താണ്? K × T എടുത്താൽ മതി. അപ്പോൾ EKക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? KT സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഡീബ്രോഗ്ലി വേവ് ലെങ്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി എന്താണ് ഈ ഡീബ്രോഗ്ലി വേവ് ലെങ്ത് എന്ന് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് വേവുകളുണ്ട് അല്ലേ? എന്തൊക്കെ വേവാണ് ഫെമിലിയർ ആയിട്ടുള്ളത്? എന്തൊക്കെ വേവാണ് ഫെമിലിയർ ആയിട്ടുള്ളത്? വെള്ളത്തിൽ കല്ലെടുത്തിട്ട് കഴിഞ്ഞാൽ എന്തുണ്ടാവും? വാട്ടർ വേവ് ഉണ്ടാവും അല്ലേ? പിന്നെ സൗണ്ട് വേവ്സ് അതെന്ന് പറയുന്നത് പ്രഷർ വേരിയേഷൻസ് ആണ് അല്ലേ? ഇത്രയും ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് ട്രാൻസ്വേഴ്സ് വേവ്. നമ്മൾ സംസാരിക്കുമ്പോൾ വരുന്ന എയറിലുണ്ടാകുന്ന പ്രഷർ വേരിയേഷൻസ്, അതാണ് എന്ത്? സൗണ്ട് വേവ്സ്. അപ്പോൾ ഓരോന്നിലും ഇപ്പോൾ ഏതെങ്കിലും ഒരു വേവ് എടുത്തു കഴിഞ്ഞാൽ ഞാനതിൻ്റെ ആ വേരിയേഷൻ ഏത് ക്വാണ്ടിറ്റി ആണ്? അപ്പോൾ സൗണ്ട് വേവ്സിന് പ്രഷർ അല്ലേ? പ്രഷറിന്റെ വേരിയേഷനെ ഞാനിവിടെ പ്ലോട്ട് ചെയ്യുകയാണ്. ഇവിടെ ടൈം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു പർട്ടിക്കുലർ വേരിയേഷൻ കിട്ടും അല്ലേ? ഒരു ക്വാണ്ടിറ്റി കൂടുകയോ കുറയോ ചെയ്യും അല്ലേ? പ്രഷർ ആണെങ്കിൽ പ്രഷർ വേരി ചെയ്യും. ഇനി വാട്ടർ വേവ്സ് ആണെങ്കിലോ അതിന്റെ ഹൈറ്റ് അല്ലേ? ഹൈറ്റ് കൂടുകയും കുറയുകയും ചെയ്യും അല്ലേ? അപ്പോൾ ഏതെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി വേരി ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് വേവ് ഫോം നമുക്ക് കിട്ടുക അല്ലേ? ഒന്നെങ്കിൽ ഹയർ ഇന്റൻസിറ്റി ഉള്ള ഒരു റീജിയൻ കിട്ടും, അല്ലെങ്കിൽ പ്രഷർ കൂടിയ റീജിയൻ കിട്ടും, പ്രഷർ കുറഞ്ഞ റീജിയൻ വീണ്ടും കൂടിയത് കുറവ് അല്ലേ? കംപ്രഷൻസ് ആൻഡ് റെയിൻഫാക്ഷൻസ് അങ്ങനെയല്ല പോകുന്നത്. അങ്ങനെയല്ലേ പ്രഷർ വേവ് പഠിച്ചിട്ടുള്ളത്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ് അല്ലേ? ഇനി എന്താണ് ട്രാൻസ്വേഴ്സ് വേവ് ആണെങ്കിലോ ഇതിന്റെ പ്രത്യേകത ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് പറയുന്നത് ഈ ഒരു വേരിയേഷൻ എന്ന് പറയുന്നത് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ തന്നെയാണ് ഉണ്ടാവുക. ട്രാൻസ്വേഴ്സ് വേവ് ആണെങ്കിലോ ട്രാൻസ്വേഴ്സ് വേവ് ആണെങ്കിൽ ഈ പ്ലോട്ട് ചെയ്തിരിക്കുന്ന ഫിഗർ പോലെ ഇരിക്കും. അതായത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. അതായത് വാട്ടർ വേവ്സ് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെയാണ് വരുന്നത് അല്ലേ? അതിന്റെ ഹൈറ്റ് കൂടുകയും കുറയുകയും ചെയ്യും അല്ലേ? അപ്പോൾ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുന്നത് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. അതിന്റെ ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റിക്കാണോ ചേഞ്ച് വരുന്നത്, ഹൈറ്റ് ആണെങ്കിൽ ഹൈറ്റ്, പ്രഷർ ആണെങ്കിൽ പ്രഷർ, അതിനനുസരിച്ച്. അപ്പോൾ ഞാൻ ജനറൽ ആയിട്ട് ഇങ്ങനെ വേവിനെ ഈ രീതിയിൽ എനിക്ക് വേണമെങ്കിൽ റെപ്രസെന്റ് ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത എന്ത് തരം വേവ് ആയിരിക്കും? നമ്മൾ പറഞ്ഞു മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ അല്ലെ ക്വാണ്ടം പാർട്ടിക്കിൾ, ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇതൊക്കെയാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ? ഈ പാർട്ടിക്കിളിന് കറസ്പോണ്ടിങ് ആയിട്ട് വേവ് ഉണ്ടെന്നാണ് ഇപ്പോൾ ഡീബ്രോഗ്ലി പറഞ്ഞിരിക്കുന്ന ഐഡിയ. അപ്പോൾ അത് എന്ത് തരം വേവ് ആയിരിക്കും? നമുക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന ഒരു വേവ് ആണോ? ഇമാജിൻ ചെയ്യാൻ പറ്റിയല്ലോ നമുക്ക് ആ വേവിനെ. അതുകൊണ്ട് ഇതൊരു ഈ ഒരു വേവിനെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പുതിയൊരു വേവ് ഒരു ഫംഗ്ഷനാണ് സൈ, അല്ലെങ്കിൽ ഇത് റീഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? സൈ. ദിസ് ഇസ് കോൾഡ് വേവ് ഫംഗ്ഷൻ. ഇതിനെ എങ്ങനെ നമ്മൾ ഫിസിക്കൽ മീനിങ് കൊടുക്കും? ഡീബ്രോഗ്ലി മാച്ച് വേവിന് നമ്മൾ എങ്ങനെ ഒരു ഫിസിക്കൽ മീനിങ് കൊടുക്കും? ഫിസിക്കൽ മീനിങ് കൊടുക്കാനായിട്ട് നമുക്ക് ഈ ഇത്ര നേരം നമ്മൾ പറഞ്ഞ വേവുകളുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഇതിന് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഇതിന്റെ പുതിയൊരു വേവ് ഫംഗ്ഷന് അല്ലെങ്കിൽ ഈ വേവിന് നമ്മൾ കൊടുക്കുന്ന ഒരു പേര് പ്രോബബിലിറ്റി വേവ്. കേട്ടിട്ടുണ്ടോ പ്രോബബിലിറ്റി വേവിനെ പറ്റി?
ഒബ്ജക്റ്റിനെ കണ്ടുപിടിക്കാനുള്ള ഒരു സാധ്യത അല്ലേ, അതിനെയാണ് പ്രോബബിലിറ്റി എന്ന് വിളിക്കുക. അപ്പോൾ നമുക്ക് പറയാം നമ്മളിപ്പോൾ ഏതാണോ നമ്മൾ കൺസിഡർ ചെയ്യുന്ന മെറ്റീരിയൽ പാർട്ടിക്കിൾ അതിനെ ഒരു പർട്ടിക്കുലർ സ്പേസ്, ഇപ്പോൾ നമ്മൾ ഈ ഒരു റൂമിലാണ് വിചാരിക്കുന്നെങ്കിൽ ഈ ഒരു റൂമിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ കണ്ടുപിടിക്കാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ ആ പ്രോബബിലിറ്റിയാണ് നമ്മളിവിടെ, അതായത് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, y is equal to ഇക്വേഷൻ ഓർമ്മയില്ലേ, y is equal to ഒരു കോൺസ്റ്റന്റ് y0 എന്ന് ഞാൻ കൊടുക്കുകയാണ് sin ഒമേഗ t മൈനസ് x by v. പഠിച്ചിട്ടില്ലേ? ഈ ഒരു വേവ് നമ്മൾ നേരത്തെ വരച്ച വേവിന്റെ ഇക്വേഷൻ ആണ്, അതായത് ഒരു സിമ്പിൾ ഹാർമോണിക് വേവ് അല്ലേ, പ്രൊപ്പഗേറ്റിംഗ് വേവിന്റെ ഇക്വേഷൻ ആണ് y y0 sin ഒമേഗ t മൈനസ് x by v. എന്ന് വെച്ചാൽ ഒരു പോസിറ്റീവ് x ഡയറക്ഷനിൽ പ്രൊപ്പഗേറ്റ് ചെയ്തൊരു വേവാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഈ വേവ് ഫംഗ്ഷനെ ആക്ച്വലി ഞാൻ എവിടെയാണ് കൊടുക്കേണ്ടത്? ഞാൻ പറഞ്ഞു ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണോ വേവ് ചെയ്യുന്നത്, ഞാൻ ആ ഗ്രാഫ് വരച്ചപ്പോൾ y എന്ന് പറയുന്നതിന് ഈക്വലന്റ് ആയിട്ടാണ് ഞാൻ വേവ് ഫംഗ്ഷനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതായത് നമ്മുടെ മെറ്റീരിയൽ പാർട്ടികളുടെ ഡി ബ്രോഗ്ലി വേവ്, മെറ്റീരിയൽ പാർട്ടിക്കിൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ്, അതാണ് ഡി ബ്രോഗ്ലി വേവ്. ആ ഡി ബ്രോഗ്ലി വേവിനെ അല്ലെങ്കിൽ അതിന്റെ ആംപ്ലിറ്റ്യൂഡിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് വേവ് ഫംഗ്ഷനാണ് സൈ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വൈക്ക് പകരം ഞാൻ എന്ത് ഉപയോഗിക്കണം? സൈ ഉപയോഗിക്കണം. ഡി ബ്രോഗ്ലി വേവിനെ കാണിക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന വാല്യൂ സൈ ആണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? സൈ ഇക്വൽ ടു സൈ 0 സൈൻ ഒമേഗ ടി മൈനസ് എക്സ് ബൈ വി എന്ന് എഴുതാം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് നമുക്ക് ഓൾറെഡി അറിയാവുന്ന വേവിനെ നമ്മളുടെ മെറ്റീരിയൽ ഡി ബ്രോഗ്ലി വേവിനെ വേവുമായിട്ട് നമുക്ക് തന്നെ കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് ആക്ച്വലി ഈ ഒരു ഐഡിയ പ്രോബബിലിറ്റി വേവ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, പ്രോബബിലിറ്റി I will introduce another person, Max Born. Max Born കൊണ്ടുവന്ന ഒരു ഐഡിയ ആണ് probability. Actual probability is defined as psi star into psi, or that is equal to mod psi square. ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞായിരുന്നു എന്താണ് നമ്മളുടെ വേവ് ഫംഗ്ഷനെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡി ബ്രോഗ്ലി മാറ്റവേവിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് സൈ ആണ് ഉപയോഗിക്കുന്നത് പറഞ്ഞു. അത് എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്? പ്രോബബിലിറ്റി വേവ് ആണ് അല്ലേ. പക്ഷേ ഞാൻ എൻ്റെ പ്രോബബിലിറ്റി വേവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ വേവുകൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രശ്നം എന്താണ്? പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട് അല്ലേ. ഹൈറ്റ് കൂടാൻ കുറയാം, വീട് കൂടും കുറയും അല്ലേ. പ്രോബബിലിറ്റിയുടെ വാല്യൂ എങ്ങനെയാണ് വേവ് ചെയ്യുന്നത്? പഠിച്ചിട്ടുണ്ടല്ലോ പ്രോബബിലിറ്റിയുടെ വാല്യൂ 0 to 100 അല്ലേ പ്രോബബിലിറ്റി, അല്ലെങ്കിൽ 0 to 1% അല്ലെങ്കിൽ 0 to 100. അപ്പോൾ പോസിറ്റീവ് വാല്യൂസ് മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ വേവ് എങ്ങനെ ഇരിക്കണം? ഇവിടെ ഷിഫ്റ്റ് ചെയ്യണം അല്ലേ. പോസിറ്റീവ് വാല്യൂസ് മാത്രമേ പാടുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ പ്രോബബിലിറ്റി വേവ് എന്ന് പറയുന്നത് നമുക്ക് ഫിസിക്കലി റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റിയതാണ്. പ്രോബബിലിറ്റി വേവ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. പക്ഷെ നമ്മൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള നമ്മളുടെ ബാക്കി ഫിസിക്കൽ വേവുകൾ പോലെ നമുക്ക് കാണിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? പ്രോബബിലിറ്റി ഈസ് എ പോസിറ്റീവ് ക്വാണ്ടിറ്റി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് പറയും? വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ആ ക്വാണ്ടിറ്റിക്ക് ഇറ്റ് ഹാസ് നോ ഫിസിക്കൽ മീനിങ്. എന്തുകൊണ്ടാണ് മനസ്സിലായോ? ഇതിനെ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റില്ല. എന്താണ്? ഇറ്റ്സ് എ മാത്തമാറ്റിക്കൽ ക്വാണ്ടിറ്റി. പ്രോബബിലിറ്റി ആണ് ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത്, പ്രോബബിലിറ്റി ആണ്. അപ്പോൾ അതുകൊണ്ട് ഇതിന് വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഈ ക്വാണ്ടിറ്റിക്ക് ഫിസിക്കൽ മീനിങ് ഇല്ല. ഏത് കേസിൽ മാത്രമാണ്? ഡി ബ്രോഗ്ലി മാറ്റർ വേവിന്റെ വേവ് ഫംഗ്ഷന്റെ കേസിൽ മാത്രമാണ്. അപ്പോൾ അതിനൊരു ഫിസിക്കൽ മീനിങ് നമുക്ക് കൊടുക്കണം അല്ലേ. നമ്മൾ എന്താണ് ഇപ്പോൾ ഡി ബ്രോഗ്ലി വേവ് എന്ന് പറഞ്ഞ വലിയ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ എഴുതി. അപ്പോൾ അതിനൊരു ഫിസിക്കൽ മീനിങ് വേണം അല്ലേ. നമ്മൾ ഇക്വേഷൻസ് എന്ത് പഠിച്ചാലും, മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് പഠിച്ചാലും അതിനൊരു ഫിസിക്കൽ മീനിങ് ഉണ്ടായിരിക്കണം. അപ്പോഴാണ് നമ്മുടെ ഫിസിക്സിന്റെ തിയറീസ് ഒക്കെ വാലിഡ് ആവും. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്കപ്പോൾ ഈ മാക്സ് ബോൺ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഈ ഒരു ഐഡിയ നമുക്ക് എടുക്കാം. ഈ ഐഡിയ എന്ന് പറയുന്നത് നമുക്കുള്ള ഈ സൈ എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് എ കോംപ്ലക്സ് ഫംഗ്ഷൻ
അപ്പോൾ നമ്മൾ അതിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റും ഇൻറ്റു ആ ക്വാണ്ടിറ്റി കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് ഫോഴ്സ് സൈസ്. അതിപ്പോൾ നമ്മൾ ഏത് ക്വാണ്ടിറ്റി എടുത്താലും നമുക്ക് കിട്ടും അല്ലേ. ഇപ്പൊ എക്സ് എന്ന് പറയുന്നത് എക്സ് സ്റ്റാർ എക്സ് എടുത്തു കഴിഞ്ഞാൽ എന്ത് എഴുതാം നമുക്ക് മോഡ് എക്സ് സ്ക്വയർ എഴുതാം. അത് തന്നെ. അപ്പോൾ ഇതൊരു ഫംഗ്ഷൻ ആണ് എന്ന് മാത്രമാണ് വ്യത്യാസം. അപ്പോൾ ഞാൻ ഇവിടെ ഈ ഫംഗ്ഷനെ ഞാൻ എഴുതാൻ പോകുന്നത് സൈ ഓഫ്, ഞാനിത് 1 ഡയമെൻഷണൽ ഫംഗ്ഷൻ ആയിട്ട് മാത്രം എടുക്കുകയാണ്. ഈ എക്സും അതുപോലെ തന്നെ ടൈം. അപ്പോൾ സൈ എന്ന് പറയുന്നത് ആക്ച്വലി ഒന്നെങ്കിൽ 1 ഡയമെൻഷൻ കേസ് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ എന്തെടുക്കാൻ വേണ്ടി എക്സും വൈയും ഇസഡും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് 3 ഡയമെൻഷൻ. അപ്പോൾ ഞാൻ എന്ത് കാണിക്കാം, ആർ എന്ന് കാണിക്കാം. ആർ എന്ന് പറയുന്നത് നമുക്കറിയാം ആർ പൊസിഷൻ വെക്ടറാണ്. അതിനകത്ത് എന്തുണ്ട് എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് പി അല്ലേ. അപ്പോൾ എക്സും വൈയും ഇസഡും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ ഞാൻ ഒന്നെങ്കിൽ 1 ഡയമെൻഷൻ ആയിട്ട് എക്സ് എന്ന് കാണിക്കാം, അല്ലെങ്കിൽ എക്സ് വൈ ഇസഡ് കോമയിട്ട് എഴുതാം. അതിന് പകരമായിട്ട് ഞാൻ ആർ എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഞാൻ ഈ പറയുന്ന ഫംഗ്ഷന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് എടുത്തു, അതിനെ ആ ഫംഗ്ഷൻ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും, അതൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് സൈ ദ ഹോൾ സ്ക്വയർ. ഇതിനെ നമ്മൾ മാക്സ് ബോൺ ഗേവ് ദ ഐഡിയ ഓഫ് ആക്ച്വൽ പ്രോബബിലിറ്റി. അപ്പോൾ നമ്മൾ പറഞ്ഞു വേവ് ഫംഗ്ഷൻ ഇറ്റ്സെൽഫ് അതിന് ഫിസിക്കൽ മീനിങ് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ മാക്സ് ബോൺ തന്ന ഐഡിയ ഉപയോഗിച്ച് നമ്മൾ അതിന്റെ സൈ സ്റ്റാർ സൈ കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, പ്രോബബിലിറ്റി ഓർ ആക്ച്വൽ. നമ്മളിപ്പോൾ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞിട്ട് അത് ഫിസിക്കൽ മീനിങ്ങിലായിരുന്നു അല്ലേ. അതുകൊണ്ട് ഞാനിത് ആക്ച്വൽ പ്രോബബിലിറ്റി ഓഫ് കാൽക്കുലേറ്റിംഗ് ദി മെറ്റീരിയൽ പാർട്ടിക്കിൾ, അല്ലെങ്കിൽ ഡി ബ്രോഗ്ലി വേവിലെങ്ത് ഏത് പാർട്ടിക്കിളിന്റെയാണോ കണ്ടുപിടിച്ച ആ പാർട്ടിക്കിളിന്റെ ആക്ച്വൽ പ്രോബബിലിറ്റി തന്നിരിക്കുന്ന സ്പേസിലും ടൈമിലും അതിനെ കണ്ടുപിടിക്കാനുള്ള ആക്ച്വൽ പ്രോബബിലിറ്റി ആയിരിക്കും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കുറച്ചും കൂടെ നമ്മൾ പഠിച്ച ഒരു അനാലിസിസ് നമുക്കൊന്ന് ചെയ്യാം. അപ്പോൾ എന്താണ് വേവ് ഫംഗ്ഷൻ സൈ എന്ന് പറഞ്ഞാൽ എന്താണ്? Physical quantity representing the wave corresponding to material particle അല്ലെങ്കിൽ de Broglie matter അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആണ് വേവ് ഫംഗ്ഷൻ. അതിന് ഫിസിക്കൽ വേവ് ആയിട്ട് അതിനെ കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ട് അതിന് നമ്മൾ ഫിസിക്കൽ ഇല്ല എന്ന് പറയും. ഒരു കണ്ണാടി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ഡി ബ്രോഗ്ലി വേവിന്റെ കോൺസെപ്റ്റ് എന്താണെന്ന് പറഞ്ഞു. അതിന്റെ ആക്ച്വൽ ഫിസിക്കൽ മീനിങ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, മാക്സിമോന്റെ ഐഡിയ വെച്ചിട്ട് സൈ സ്റ്റാർ സൈ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആക്ച്വൽ മെറ്റീരിയൽ പാർട്ടിക്കിളിന്റെ ആക്ച്വൽ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് പറയും. ഇനി നമ്മൾ ഡി ബ്രോഗ്ലി വേവിന്റെ വെലോസിറ്റി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകും. ഞാൻ പറയും നമ്മുടെ നോർമൽ സിമ്പിൾ ഹാർമോണിക് വേവ് ഫെമിലിയർ ആയിട്ടുള്ള ഇക്വേഷനെ നമ്മുടെ ഡിസ്പ്ലേസ്മെന്റിന്റെ ആംപ്ലിറ്റ്യൂഡ് പ്രകാരം സൈയുടെ ടേബിളിൽ നമ്മൾ അതിൽ എഴുതും. ഇതിനകത്ത് നമുക്ക് ഈ ഒരു ഇക്വേഷനകത്ത് നമുക്കറിയാം എന്താണ്, 2 പാർട്ട് ഉണ്ട് അല്ലേ. ഒമേഗ ടി ഇതെന്ന് പറയുന്നത് എന്താണ്, ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ്. പിന്നെ ഇത് ഫേസ് പാർട്ടാണ് അല്ലേ. അപ്പോൾ ഒമേഗ ടി മൈനസ് എക്സ് ബൈ വി എന്ന് പറയുമ്പോൾ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്ത ഇക്വേഷൻ, പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്തൊരു വേവ് ആയിരിക്കും. അപ്പോൾ ഞാൻ അതേ ഇക്വേഷൻ എടുത്തു, ഒമേഗയ്ക്ക് വാല്യൂ കൊടുക്കുക, ഒമേഗ ഈസ് ഈക്വൽ ടു 2πd. അപ്പോൾ ഇവിടുത്തെ v യെ നമ്മൾ vp അല്ലെങ്കിൽ ഫേസ് വെലോസിറ്റി ആയിട്ട്
ലാംഡ എന്നാണ് ഇക്വേഷൻ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒമേഗ ബൈ വി പി എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയെ നമ്മൾ വേവ് വെക്ടർ കെ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യും. അപ്പോൾ ആ ക്വാണ്ടിറ്റിയെ നമ്മൾ ഇങ്ങോട്ട് എടുത്ത് എഴുതി. അപ്പോൾ ഇതിനകത്ത് വി പിയുടെ ഇക്വേഷൻ എന്ത് കിട്ടും? വി പിയുടെ ലെഫ്റ്റിലേക്ക് എടുത്താൽ ഒമേഗ ബൈ കെ എന്ന് കിട്ടും. ഒമേഗയ്ക്ക് വാല്യൂ കൊടുക്കുക, കെയ്ക്ക് വാല്യൂ കൊടുക്കുക. അപ്പോൾ 2π ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? ന്യൂ ലാംഡ എന്ന് കിട്ടും. പിന്നെ അത് ലാംഡയുടെ വാല്യൂ ഓൾറെഡി നമുക്കറിയാം. എന്താണ്? നമ്മുടെ ഡി ബ്രോഗ്ലി വേവിന്റെ ഇക്വേഷൻ അനുസരിച്ച് h/mv നമുക്കറിയാം ലാംഡയുടെ വാല്യൂ. ഇനി ന്യൂവിനെ നമുക്കറിയാവുന്ന E=mc² കൂടി h ന്യൂവിനെ ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ന്യൂവിന്റെ വാല്യൂ എന്ന് പറയുന്നത് mc² ഡിവൈഡഡ് ബൈ h എന്ന് എടുക്കാം. ഈ വാല്യൂവിനെ നമ്മൾ ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ ഇതിനകത്ത് h ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ m ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ ബാക്കി എന്തുണ്ട്? c²/v. എന്തിന്റെ ഇക്വേഷൻ ആണ്? Vp is equal to c²/v. ഈ v എന്താണ്? എന്താണ് v യും vp തമ്മിലുള്ള വ്യത്യാസം എന്താ? v എന്ന് പറയുന്നത് അതിന്റെ മെറ്റീരിയൽ പാർട്ടിക്കിളിന്റെ വെലോസിറ്റിയാണ് അല്ലേ? നമ്മൾ അങ്ങനെയാണ് നമ്മൾ h/mv യെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആ v എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഒരു പ്രോട്ടോൺ എടുക്കുകയാണെങ്കിൽ ആ പ്രോട്ടോണിന്റെ ഫേസ് വെലോസിറ്റി ഉള്ളത് v തന്നെയാണ്. ന്യൂട്രോണിന്റെ പാർട്ടിക്കിൾ ഞാൻ സഫിക്സ് കൊടുക്കുന്നില്ല, കൺഫ്യൂഷൻ വരണ്ട. v is the particle velocity. vp എന്താണ്? vp is the wave velocity. ഇത് നമ്മൾ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി ആണ് h/mv എന്നുള്ളത്. അതായത് നമ്മൾ മെക്കാനിക്സിന്റെ ഇക്വേഷൻ ആണ് അല്ലേ? അതിൽ നമ്മൾ എടുത്തിരിക്കുന്ന വാല്യൂ ആണ്. Vp എന്ന് പറയുന്നത് എന്താണ്? അത് വേവ് ആയിട്ട് ബിഹേവ് ചെയ്യുമ്പോൾ ആ വേവിന്റെ വെലോസിറ്റി ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ ഒന്ന് നോക്കുക. Vp is equal to c²/v. c²/v എന്ന് പറയുന്നത് CA-യേക്കാളും ചെറിയ നമ്പർ ആയിരിക്കുമോ? ഇതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? റിലേറ്റിവിറ്റി നമ്മൾ പഠിച്ചതാണ് അല്ലേ? അപ്പോൾ അതിനകത്ത് മാക്സിമം പോസിബിൾ വെലോസിറ്റി എന്ന് പറയുന്നത് c ആയിരിക്കണം. c-യേക്കാൾ കൂടിയ ഒരു വെലോസിറ്റിയിൽ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നില്ല അല്ലേ? ലൈറ്റ് വെലോസിറ്റിയാണ് മാക്സിമം പോസിബിൾ ആയിട്ടുള്ള വെലോസിറ്റി. അപ്പോൾ vp-യുടെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതായത് c²/v എന്നാണ് നമുക്ക് ഇത് കിട്ടുന്നത്. v എന്തായാലും വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി ആണ് അല്ലേ? അപ്പോൾ c² എടുക്കുക എന്ന് പറഞ്ഞാൽ c എന്ന് പറയുന്നത് മാക്സിമം പോസിബിൾ വാല്യൂ ആണ്. c എന്ന് പറയുന്നത് 3 × 10⁸ m/s ആണ്. അതിന്റെ സ്ക്വയർ എടുക്കണം. അതിനെ വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി കൊണ്ടാണ് ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. 10 m/s അല്ലെങ്കിൽ 100 m/s അല്ലേ? അതുപോലെ ചെറിയൊരു കാരണം പാർട്ടിക്കൽ വെലോസിറ്റി ആണ്. അപ്പോൾ അത്രയും ചെറിയൊരു വാല്യൂ വെച്ച് c² ഡിവൈഡ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും vp എന്ന് പറയുന്നത് c-യേക്കാളും വലിയൊരു ക്വാണ്ടിറ്റി ആയിരിക്കും. സോ vp will be greater than c. അത് നമുക്ക് അലോ ചെയ്യാൻ പറ്റുമോ? നമ്മൾ പഠിച്ചിരിക്കുന്ന റൂൾ അനുസരിച്ച് c എന്ന് പറയുന്നത് മാക്സിമം പോസിബിൾ വെലോസിറ്റി ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ കാൽക്കുലേഷന് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് അല്ലേ? അങ്ങനെ കോൺസെപ്റ്റ് അനുസരിച്ച് നമുക്ക് അറിയാവുന്ന പ്രിൻസിപ്പിൾ അനുസരിച്ച് ഒരു വെലോസിറ്റിയും c-യേക്കാളും കൂടുതൽ വരികയാണ്. അപ്പോൾ നമ്മളൊന്ന് റീതിങ്ക് ചെയ്യണം. നമ്മൾ ഓൾറെഡി ക്ലാസിക്കൽ ഫിസിക്സിൽ നമുക്കറിയാവുന്ന ഇക്വേഷൻസ് ഒക്കെ ഉപയോഗിച്ചാണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്ത് വന്നത്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഇക്വേഷൻസ് കറക്റ്റ് ആണ്, പക്ഷെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന കോൺസെപ്റ്റിന് ചെറിയൊരു മോഡിഫിക്കേഷൻ വരും. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു സിംഗിൾ വേവ് ആയിട്ടാണ്. എ വേവ് പ്രോഗ്രസിംഗ് ഇൻ ദ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ അല്ലേ? അപ്പോൾ നമുക്ക് അതിനകത്ത് സ്ലൈറ്റ് ആയിട്ട് മോഡിഫിക്കേഷൻ വരുന്നത് എന്താണ്? ഇവിടെ ഒരു സിംഗിൾ വേവ് ആണെങ്കിൽ നമുക്കിനി സിംഗിൾ വേവ് വെച്ച് പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എടുത്തിരിക്കുന്ന ഐഡിയ ഒക്കെ കറക്റ്റ് തന്നെയാണ്, പക്ഷേ സിംഗിൾ വേവ് വെച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രശ്നം വരും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു ഗ്രൂപ്പ് ഓഫ് വേവ്സ് എന്നൊരു കോൺസെപ്റ്റിലേക്ക് പോകുക. ഗ്രൂപ്പ് ഓഫ് വേവ്സ് നമ്മൾ പ്ലസ് ടുവിനൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ബീറ്റ് പഠിച്ചിട്ടില്ലേ? സൗണ്ടിനകത്ത് ബീറ്റ്സ് പല ഫ്രീക്വൻസിയൊക്കെ ചെറിയ വേവിലെങ്കിലും വ്യത്യാസമുള്ള വേവുകൾ ഇന്റർഫിയർ ചെയ്ത് കഴിയുമ്പോൾ ഒരു വേവ് പാക്കറ്റ് ഉണ്ടാവും. അത് ഈ ഒരു
ഗ്രൂപ്പ് ഓഫ് വേവ് എന്ന് പറയുമ്പോൾ അതിനകത്ത് സ്ലൈറ്റ്ലി മൊമെന്റത്തിൽ അല്ലെങ്കിൽ വേവ് ലെങ്ത് ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരിക്കും തമ്മിൽ. കാരണം ഒരു എക്സാക്ട്ലി സെയിം വേവ് ലെങ്ത്തുള്ള വേവിനെ എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്താൽ ഇങ്ങനെ കിട്ടുകയില്ല. എന്ത് സംഭവിക്കും? സെയിം വേവ് ആണെങ്കിൽ അത് ഒരുമിച്ച് പോകുന്നുള്ളത് ചിലപ്പോൾ അതിന്റെ ഇന്റൻസിറ്റി ഇച്ചിരി കൂടുതലായിരിക്കും. വേറെ ഒന്നും വ്യത്യാസം വരികയില്ല. വേവ് തന്നെ വീണ്ടും വീണ്ടും കാണിക്കും അല്ലെ. എന്തെങ്കിലും ഹൈറ്റിൽ വേണമെങ്കിൽ ചെറിയൊരു വ്യത്യാസം വരുമായിരിക്കും. അത്രയും വ്യത്യാസം വരും. അതേസമയം വേവ് ലെങ്തിൽ ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അത് ഇന്റർഫിയർ ചെയ്തിട്ട് പോസിബിൾ ആയിട്ട് ഒരു കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസും ഒരു ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസും പോസിബിൾ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന വേവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വേവ് പാക്കറ്റ് എന്ന് വിളിക്കുക. അപ്പോൾ നമുക്ക് ഫേസ് വെലോസിറ്റി മീനിങ്ലെസ് ആണ് മനസ്സിലായി. ഫേസ് വെലോസിറ്റി എന്നുള്ള കോൺസെപ്റ്റിൽ പോകാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന വേവ് പാക്കറ്റിന്റെ കറസ്പോണ്ടിങ് വെലോസിറ്റിയാണ് ഗ്രൂപ്പ് വെലോസിറ്റി. അപ്പോൾ നമുക്ക് ഫേസ് വെലോസിറ്റിക്ക് പകരം എന്ത് ഉപയോഗിക്കണം? ഗ്രൂപ്പ് വെലോസിറ്റി. അപ്പോൾ ഇനി ഗ്രൂപ്പ് വെലോസിറ്റിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് ഫേസ് വെലോസിറ്റിയുടെ വാല്യൂ ആണ്. അപ്പോൾ ഗ്രൂപ്പ് വെലോസിറ്റിയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പറയും നമ്മൾ ഒന്നിൽ കൂടുതൽ വേവ് ഒരു പാർട്ടിക്കിളിന് കറസ്പോണ്ട്, അതായത് ഡി ബ്രോഗ്ലി വേവ് എന്ന് നമ്മൾ പറഞ്ഞ കോൺസെപ്റ്റിൽ ഒന്നിന് പകരം കൂടുതൽ വേവുകൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, ഒരു സാധാരണ വേവ് അല്ല. എന്ത് വേവാണ്? മെറ്റീരിയൽ പാർട്ടിക്കിളിനെ റെപ്രസെന്റ് ചെയ്യുന്ന വേവാണ്. അപ്പോൾ ആ പാർട്ടിക്കിൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും അല്ലെ, ഒരു സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ പോസിബിൾ ആയിട്ട് ഒരു വേവ് ലെങ്ത് λ1, λ2, λ3 അങ്ങനെ ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് വേവ്സ് അതിനകത്ത് അസോസിയേറ്റ് ചെയ്ത് ഒരു മെറ്റീരിയൽ പാർട്ടിക്കിളിന് കറസ്പോണ്ടിങ് ആയിട്ട് പല ഡി ബ്രോഗ്ലി വേവ്സ് അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്കിങ്ങനെ പല വേവ് കിട്ടിയതുകൊണ്ട് നമ്മുടെ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ഐഡിയയിലേക്ക് പോകുന്നത്? വേവ് പാക്കറ്റ് എന്നുള്ള ഐഡിയയിലേക്ക് പോകുന്നത്. കാരണം പാർട്ടിക്കിളിനെ ലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ ഈ വേവ് എല്ലാം കൂടെ ഒന്ന് ഇന്റർഫിയർ ചെയ്ത് ഒരു മാക്സിമം ഇന്റർഫറൻസ് കാണിക്കണം. അപ്പോൾ ആ മാക്സിമം ഇന്റർഫറൻസ് കാണിക്കുന്ന സ്ഥലത്തായിരിക്കും ആ വേവ് ആ പാർട്ടിക്കിൾ ഡി ബ്രോഗ്ലി മെറ്റീരിയൽ പാർട്ടിക്കിൾ കാണാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ്. ഞാൻ പറഞ്ഞു ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ആക്ച്വലി എന്തായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്? വേവ് ഫംഗ്ഷൻ ആയിട്ട് എടുത്തിരിക്കുന്നത്. വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? സൈ എന്ന് പറയുന്നത് അതിന്റെ സൈ സ്റ്റാർ സൈ എടുത്തിരിക്കുന്ന ക്വാണ്ടിറ്റി which is called the actual probability. അപ്പോൾ ആ പ്രോബബിലിറ്റി മാക്സിമം ആവണമെങ്കിൽ ഇത് ഇന്റർഫിയർ ചെയ്ത് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് വരുന്ന പോയിന്റിലായിരിക്കും ഈ പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റി കൂടുതൽ വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഗ്രൂപ്പ് വെലോസിറ്റി കണ്ടുപിടിക്കാം. അപ്പോൾ ഞാനിപ്പോൾ നിലവിൽ രണ്ട് വേവ് എടുക്കുകയാണ്. രണ്ട് വേവ് ചേർന്നിട്ടാണ് ഈ ഗ്രൂപ്പ് വേവ് ഉണ്ടായിരിക്കുന്നത്, വേവ് പാക്കറ്റ് ഉണ്ടായിരിക്കുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് വേണം അല്ലെ, ഒറ്റ പാരാമീറ്റർ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ psi 1-ന് ω t - kx നോർമലി അങ്ങനെ എടുത്തു. psi 2-ന് ഞാൻ എന്ത് എടുത്തു? ω + Δω, ചെറിയൊരു വേരിയേഷൻ k + Δk. അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു വലിയൊരു ഇക്വേഷൻ കിട്ടും. ഞാൻ ആ ഇക്വേഷൻ എഴുതുന്നില്ല, അത് നമുക്ക് ആവശ്യമില്ല. ആ ഇക്വേഷനകത്ത് നിന്ന് നമ്മൾ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് പാർട്ട് മാത്രം എടുക്കും. ഇതാണ് അതിന്റെ ആംപ്ലിറ്റ്യൂഡ് പാർട്ട്. ഇതെല്ലാം ഞാൻ എടുത്തിരിക്കുന്നത് ബീറ്റ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നിന്ന്, സൗണ്ട് വേവ്സിന്റെ ഇന്റർഫറൻസ് ദാറ്റ് ഫോം ബീറ്റ്സ്. പക്ഷേ ഇങ്ങനെ അതിനകത്ത് സൗണ്ട് വേരിയേഷൻ ഉണ്ടാകുന്ന സൗണ്ട്, അതായത് ഇന്റൻസിറ്റി കൂടിയ സൗണ്ട് കുറഞ്ഞ സൗണ്ട് ആ രീതിയിൽ കേൾക്കുന്നതിനെയാണ് ബീറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇക്വേഷൻ ഉപയോഗിച്ച് ഞാൻ രണ്ട് ഡിഫറെന്റ് വേവിന്റെ ഇക്വേഷൻ എടുത്തു. അതായത് സ്ലൈറ്റ്ലി ഡിഫറെന്റ് വേവ് നമ്പറിൽ വ്യത്യാസമുള്ള രണ്ട് വേവുകൾ ഉണ്ട്. അതിന് ഇന്റർഫറൻസ് എന്ന് പറയുന്നത് psi 1 + psi 2 ആണ് കൺസിഡർ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ വേവുകൾ തമ്മിൽ ആഡ് ചെയ്യും. അപ്പോൾ അപ്പോഴാണ് നമുക്ക് ഈ പറയുന്ന വേവ് പാക്കറ്റ് അറ്റൈൻ ചെയ്യാൻ പറ്റുക. അപ്പോൾ അത് ഏത് രീതിയിലിരിക്കും? ഈ ഫിഗർ പോലെ ഇരിക്കും. അങ്ങനത്തെ രണ്ട് വേവുകൾ ഇന്റർഫിയർ ചെയ്തിട്ടാണ് ഈ ഒരു വേവ് പാക്കറ്റ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് പാർട്ട് മാത്രം ഞാൻ ഇവിടെ എടുത്തിരുന്നു. ഇനി ഇത് എപ്പോഴാണ് മാക്സിമം ആവുക, എപ്പോഴാണ് മിനിമം ആവുക? മാക്സിമം ആവുക ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ഒരു
കെ എക്സ് ബൈ ടു എന്ന് പറയുന്നത് 0 ആണ് അല്ലേ? അപ്പോൾ ഇക്വേറ്റ് ചെയ്തേ ഡെൽറ്റ ഒമേഗ ടി ബൈ ടു ഇസ് ഈക്വൽ ടു ഡെൽറ്റ കെ എക്സ് ബൈ ടു. 2 ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്തുണ്ട്? നമുക്കറിയാവുന്ന ഒരു ക്വാണ്ടിറ്റിയിലേക്ക് എടുക്കരുത്. എക്സ് ബൈ ടി എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ആണ് അല്ലേ? നമ്മളിപ്പോൾ എന്ത് വെലോസിറ്റിയാണ് കണ്ടുപിടിക്കാൻ നടക്കുന്നത്? ഗ്രൂപ്പ് വെലോസിറ്റി. അപ്പോൾ ഈ കമ്പൈൻ ചെയ്ത് കിട്ടിയ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് കൊടുക്കാം? ഗ്രൂപ്പ് വെലോസിറ്റി ആയിട്ട് കൊടുക്കാം. ഓക്കെ, ഇത് എന്ത് കിട്ടും? ഡെൽറ്റ ഒമേഗ ബൈ ഡെൽറ്റ. ഓക്കെ, പിന്നെ നമുക്ക് ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 അല്ലേ? ഇതിന്റെ വാല്യൂ ഏറ്റവും ചെറുതാകുന്ന കണ്ടീഷനിലാണ് ഇത് എന്തായിട്ട് മാറുക? ഡി ഒമേഗ ബൈ ഡി കെ ആയിട്ട് മാറുക. മാത്തമാറ്റിക്കൽ കണ്ടീഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡി ജി എന്ന് പറയുന്നത് ആക്ച്വലി എന്തായിട്ട് എടുക്കാം? ഡി ഒമേഗ ബൈ ഡി കെ എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഡി പി